നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സ്വർണം ചെമ്പ് എന്ന് മുരാരി ബാബു എഴുതി ചേർത്തത് മനഃപൂർവ്വമാണെന്നും പോറ്റിയുമായി ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്തിയിട്ടും SIT എന്തുകൊണ്ട് മുരാരി ബാബുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല? രണ്ടാം പ്രതിയും അകത്തായതോടെ ഇനിയുള്ള 8 പേരുടെ ഭാവി എന്താകും? ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അതേസമയത്ത് ഇടഞ്ഞുനിന്ന CPIയെ അനുനയിപ്പിക്കാതെ തന്നെ സംസ്ഥാനം PM ശ്രീയിൽ ഒപ്പിട്ടതോടെ മുന്നണിക്കുള്ളിൽ ഇനി എന്ത് സംഭവിക്കും? സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഒപ്പിൽ പൊലിയുമോ മുന്നണി ഐക്യം? PM ശ്രീയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ. നടപടി CPI എതിർപ്പിനെ അവഗണിച്ച്. തടഞ്ഞുവെച്ച SSA ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെന്ന് ബിനോയ് വിശ്വം. ഓരോരുത്തരായി അകത്താകട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു 14 ദിവസം റിമാൻഡിൽ. റാന്നി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാതെ പോലീസ്. സ്വർണ്ണപ്പാളി ചെമ്പെന്നെഴുതിയത് മുരാരി ബാബു മനഃപൂർവ്വമെന്നും പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. ഗുരുവിന് രാഷ്ട്രപതിയുടെ പ്രണാമം. മനുഷ്യമോചനം വിദ്യാഭ്യാസത്തിലൂടെ എന്ന് പഠിപ്പിച്ച ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വികസിത ഭാരതത്തിന് മുതൽക്കൂട്ടേകാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്നും രാഷ്ട്രപതി. KR നാരായണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുക്കാത്തത് വിവാദത്തിൽ. മങ്ങുന്ന വ്യാപാര കരാർ. ആസിയാൻ ഉച്ചകോടിയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകില്ല. മോദി പങ്കെടുക്കുന്നത് വെർച്വലായി. റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. പുതിയ ഉപരോധങ്ങൾ യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമെന്ന് റഷ്യ. ന്യൂനമർദ്ദത്തിൽ വലഞ്ഞ് സംസ്ഥാനത്ത് മഴ ശക്തം. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം. നാളെ 5 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ആതിഥേയരുടെ തേരോട്ടം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുന്നു. വേഗരാജാവായി പാലക്കാടിന്റെ നിവേദ് കൃഷ്ണ. മലപ്പുറത്തിന്റെ ആദിത്യാജി വേഗറാണി. മീറ്റ് റെക്കോർഡുമായി അതുലും ദേവപ്രിയയും. അഡ്ലൈഡ് ഏകദിനത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ച് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ. വനിതാ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡിന് 149 റൺസ് വിജയലക്ഷ്യം. വിശാലമല്ല ഈ മഹാസഖ്യം. ബീഹാറിൽ തേജസ്വി യാദവ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ബീഹാറിൽ പുതുചരിത്രം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി. നാളെ 2 പൊതുയോഗങ്ങളിൽ മോദി പങ്കെടുക്കും. RJD പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കിയത് വിവാദത്തിൽ. ഗുണ്ടാ പോലീസോ? പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഷാഫി പറമ്പിൽ MP. അക്രമം ആസൂത്രിതം. തന്നെ മർദ്ദിച്ച CI അഭിലാഷ് ഡേവിഡ് CPM പോലീസ് ഗുണ്ട. മാഫിയ ബന്ധത്തിന്റെ പേരിൽ സേനയിൽ നിന്ന് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനെന്നും ഷാഫി. പരസ്പരം പഴിചാരലിൽ തീരുമോ? താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫാക്ടറിയിലെ സംഘർഷത്തിനു പിന്നിൽ SDPA ആവർത്തിച്ച് CPM. അക്രമത്തിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് ജില്ലാ സെക്രട്ടറി. സംഘർഷത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. സ്റ്റോറി ഓഫ് ദ ഡേ. അവരിലുണ്ടാകും ഇനിയും അനീഷ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുന്നു. CPI കടുത്ത എതിർപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർത്തിയത്. ശക്തമായ വിയോജിപ്പ് മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുന്നു. ഒപ്പം പാർട്ടി സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിക്കുന്നു. പക്ഷേ എങ്കിൽ കൂടി നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്ന സർക്കാർ തീരുമാനമുണ്ടാകുന്നു. സർക്കാർ മുന്നോട്ട് തന്നെ പോകുന്നു. PM ശ്രീയിൽ ഒപ്പിടുന്നു. നിലപാട് മാറ്റാതെ ഇത്തരത്തിൽ CPI തുടർന്നാൽ അത് സർക്കാർ തീർച്ചയായും പ്രതിരോധത്തിലാകുന്ന നടപടിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ ഘട്ടത്തിൽ CPM എങ്ങനെയാകും ഇത് നേരിടുക എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്.
SSA ഫണ്ട് അടക്കം ഉടൻ നൽകുമെന്ന് കേന്ദ്രം ഈ ഒപ്പുവെച്ചതോടുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അൻഫിൽ ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫിൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ എതിർപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPI ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ അടക്കം മന്ത്രി കെ രാജൻ ഈ വിഷയം ഉയർത്തിയെങ്കിലും അതിനൊരു മറുപടി CPM മന്ത്രിമാർ പറഞ്ഞില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിലാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ഈ CPI എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക? അത് ഏത് തരത്തിലായിരിക്കും മുന്നണിയിൽ പ്രതിഫലിക്കാൻ പോവുക? തീർച്ചയായും മക്കള CPM-ന്റെയും CPI-യുടെയും ഒരു മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. തുടക്കം മുതൽ PMCയിൽ സർക്കാർ ഒപ്പിടുന്നു എന്ന് പറയുമ്പോൾ തന്നെയും CPI-യുടെ എല്ലാ ഫോറങ്ങളിലും, അതായത് സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് കൗൺസിലൊക്കെ തന്നെ CPI നേതൃത്വം ഇതിനോടുള്ള കടുത്ത വിയോജിപ്പ് നിലപാടുമൊക്കെ അറിയിക്കുകയും സംസ്ഥാന സെക്രട്ടറി അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ പോലും വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ആ വിയോജിപ്പുകളൊക്കെ തന്നെയും കാറ്റിൽപ്പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ CPM നിലപാടെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. PMC പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് വാസുക്കിയാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒപ്പിടുന്നതോടുകൂടി തന്നെ സർക്കാർ കേന്ദ്രത്തിന്റെ PMC പദ്ധതിയിൽ കേരളം ഒപ്പിടുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയമായ ഒരു നേട്ടമായി BJP അല്ലെങ്കിൽ കേന്ദ്രം വിലയിരുത്തുന്നു. അതേസമയം സംസ്ഥാനം പറയുന്നത് ഇതിനകത്ത് എന്തുകൊണ്ട് ഒപ്പിടേണ്ടി വന്നു എന്നുള്ളത് ഇത്രയും ഭീമമായ ഒരു ഫണ്ട് നമുക്ക് പല രൂപത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിന്. ആ ഫണ്ട് നഷ്ടപ്പെടാൻ പാടില്ല ഒരൊറ്റ കാരണത്താലാണ് ഈ പദ്ധതിയുമായി ഒപ്പിടാൻ തീരുമാനിച്ചു എന്നതാണ് പറയുന്നത്. പക്ഷേ 2022 മുതൽ ഈ പദ്ധതിയുമായി കടുത്ത വിയോജിപ്പ് CPM-ഉം CPI-യും കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് ഈ ഫണ്ടിന്റെ കാര്യത്തിലുടക്കി CPM ആ നിലപാടിൽ അടിയറവ് വെക്കുന്നു. ആ നിലപാടിൽ മാറ്റം വരുത്തി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിലപാടിനോട് വഴങ്ങുന്ന ഒരു സമീപനം CPM സ്വീകരിക്കുന്നു. അതാണ് CPI ചോദ്യം ചെയ്യുന്നത്. ഇവിടെ CPI പരസ്യമായി ആ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് അതിനൊരു വിലയും കൽപ്പിക്കാതെ CPM ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രാധാന്യമേറുകയാണ്. മുന്നണിയിൽ കടുത്ത വിഘാതം അല്ലെങ്കിൽ കടുത്ത വിള്ളലുകൾ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ്. ഇനി ഉയരുന്ന ചോദ്യം, രാഷ്ട്രീയമായ CPM ഇതിനെ എങ്ങനെ നേരിടും? പ്രത്യേകിച്ച് പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുകയാണ്. CPI-യെ പ്രതിപക്ഷം CPI-യുടെ CPI-ക്ക് ഒരു വില പോലും മുന്നണിയിൽ നൽകുന്നില്ല. അതിനപ്പുറം CPM ജനറൽ സെക്രട്ടറി MA ബേബി പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞാണ് CPI-യുടെ ആശങ്ക പരിഹരിക്കുമെന്നൊക്കെ തന്നെയാണ്. ആ ജനറൽ സെക്രട്ടറി പോലും ഈ കാര്യത്തിൽ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അപ്പോഴേക്കും ഇവിടെ ഒപ്പിട്ട് കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ കൃത്യമായ നിലപാട് CPM എന്താണ് തീരുമാനിക്കുന്നത് അത് തന്നെ നടപ്പാക്കുന്നു. ഇതിന് നൽകുന്ന വിശദീകരണം എന്തൊക്കെ തന്നെ ആയാലും പല ഫണ്ടുകൾ അഥവാ ആരോഗ്യ വകുപ്പിലും കൃഷി വകുപ്പിലും ഒക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് യോജിച്ച് ഫണ്ടുകൾ ആകുമ്പോൾ എന്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മാത്രം പിന്നോട്ട് നിൽക്കുന്നു എന്നൊരു ചോദ്യം ഉയർത്തുമ്പോഴും ഇവിടെ CPI ഉന്നയിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കണമോ, ഇത് ഇത്രയും വർഷം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് വിയോജിച്ച് നിൽക്കുമ്പോൾ അവസാനഘട്ടം ആ ഫണ്ട് ഇതിൽ ഒപ്പിട്ട് PMC-യുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ഇതിന് കീഴടങ്ങണമോ എന്നൊരു ചോദ്യം. ഇതേ നിലപാട് തന്നെയല്ലേ തമിഴ്നാടും ബംഗാളും ഒക്കെ സ്വീകരിക്കുന്നത്. അവർ നിയമ പോരാട്ടത്തിലൂടെയാണ് SSA ഫണ്ട് വാങ്ങിയത്. ആ നിലപാട് സ്വീകരിക്കണമെന്നൊരു രാഷ്ട്രീയവാദമാണ് CPI ഉന്നയിക്കുന്നത്. എന്തായാലും കടുത്ത വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ ഇനി CPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. ഇത് വാർത്ത സത്യമാണെങ്കിൽ ഇത് മുന്നണിയുടെ ബന്ധത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ മുന്നണി മര്യാദകൾക്ക് നിരക്കുന്നതല്ല എന്നൊരു മെസ്സേജ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി തന്നിട്ടുണ്ട്. നാളെ സെക്രട്ടറി ഈ വിഷയം ചർച്ച ചെയ്യും, ശക്തമായി ഉന്നയിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ രാവിലെ സംസ്ഥാന സെക്രട്ടറി ചേരുന്നു. അതിനുശേഷം ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ്. കാരണം ഇതിനോടുകൂടി ഒരു കാരണവശാൽ മുന്നണിയിൽ പോലും ചേരുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തില്ല. മന്ത്രിസഭയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ ഇതിനോട് ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ CPI-യുടെ ഈ വിയോജിപ്പും പ്രതിഷേധവും ഒക്കെ അവർ എത്ര കണ്ട് പരിഗണിക്കുന്നു എന്നൊരു ചോദ്യം. ഈ വിയോജിപ്പ് പരസ്യമാക്കിയപ്പോൾ ഒറ്റയടിക്ക് തന്നെ നിലപാടിൽ നിന്ന് CPI-ക്ക് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അത്രയേറെ രാഷ്ട്രീയ സമ്മർദ്ദം CPI-ക്കുമുണ്ട്. അതുകൊണ്ട് നാളെ ചേർന്ന സംസ്ഥാന സെക്രട്ടറി CPI എന്ത് നിലപാട് സ്വീകരിക്കും? പക്ഷെ കടുത്ത നിലപാടുകളിലൊന്നും CPI പോകില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ഈ തെരഞ്ഞെടുപ്പ് വേളയിലാണ് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലപാടിനും CPI മുന്നോട്ട് പോകില്ല. പക്ഷെ CPI-യുടെ ആ നിലപാട് തുറന്നു പറയാതിരിക്കാനും പറ്റാത്തൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മറുഭാഗത്ത് പ്രതിപക്ഷം ഇനി നാളെ മുതൽ ഉന്നയിക്കുന്ന വിമർശനങ്ങളും ആരോപണങ്ങളെയും CPM എങ്ങനെയാകും പ്രതിരോധിക്കുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അഖില.
ശരി, അൻഫിൽ ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് PM ശ്രീയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് CPI എടുത്തത്. അങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സർക്കാർ ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ അടിക്കാനുള്ള വലിയ ആയുധം ഭരണപക്ഷത്തിനുള്ളിലെ ആ ചേരിതിരിവ് തന്നെ ആയി മാറുന്ന കാഴ്ചയാണ് ഇനി കാണുന്നത്. ഏതായാലും നാളെ ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇനി CPIയുടെ നിലപാടെന്ത്, CPI ഈ വിഷയത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അറിയേണ്ടത്. ഒപ്പം പ്രതിപക്ഷം ഈ വിഷയത്തെ, അതായത് BJPക്കൊപ്പം CPM ചേർന്നു എന്നുള്ള തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം പ്രതികരിച്ചത്. അതുതന്നെ വീണ്ടും പ്രതിപക്ഷം ആവർത്തിക്കുകയും ചെയ്തു. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ തരത്തിൽ ഇത് CPMനെ പ്രതിരോധത്തിലാക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മുരാരി ബാബുവിനെ 10 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. റാന്നിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളൊക്കെയാണ് ഇന്ന് നടന്നത്. റിമാൻഡ് ചെയ്യുന്ന 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളാണ് ഉണ്ടായത്. പക്ഷേ ഈ മുരാരി ബാബു ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നു, ഒപ്പം റെക്കോർഡുകളിൽ തിരിമറി നടത്തി എന്ന് പറയുന്നു. പക്ഷേ എന്നിട്ടുകൂടി SIT ഒരു കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകാത്തത് എന്നുള്ളൊരു ചോദ്യം തീർച്ചയായും ഉയർന്നു വരുന്നുണ്ട്. 1998 ശ്രീകോവിലും ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്ന മുരാരി ബാബു 2019 2024 ഇത് ചെമ്പെന്ന് രേഖകളിൽ എഴുതിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിതെളിച്ച നിർണായക ആസൂത്രണത്തിന് പിന്നിൽ മുരാരി ബാബു ആണെന്നാണ് ദേവസ്വം വിജിലൻസും SITയും കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഇപ്പോൾ റിമാൻഡിലാണ്. റാന്നി കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പ്രത്യേകമായി പറയുന്നുണ്ട്, പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിൽ ഇരുന്നു തന്നെ ഗൂഢാലോചന നടത്തിയെന്നും അഴിമതി നിരോധന നിയമപ്രകാരം മുരാരി ബാബു കുറ്റം ചെയ്തോ എന്ന് പരിശോധിക്കണമെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസിലും ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം കവർന്ന കേസിലുമാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. സ്വർണ്ണക്കൊള്ള നടക്കുന്ന 2019 ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. സ്വർണ്ണപ്പാളിയിൽ നിന്ന് രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡ് രേഖകൾ തിരുത്തി ചെമ്പുപാളിയിൽ നിന്ന് മാറ്റിയത് മുരാരി ബാബുവാണ്. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കാനാണ് ബോധപൂർവം ഈ ഗുരുതര വീഴ്ച വരുത്തിയത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മുരാരി ബാബു അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റം ചെയ്തോ എന്ന് പരിശോധിക്കണമെന്ന് SIT കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേത്രത്തിന്റെ മുതലുകൾ ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു. പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിൽ ഇരുന്നു തന്നെ ഗൂഢാലോചന നടത്തി. അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി തുടങ്ങിയ പ്രവർത്തികൾ മുരാരി ബാബു ചെയ്തുവെന്നും മുരാരി ബാബുവിന് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം പരിഗണിച്ച കോടതി 14 ദിവസത്തേക്ക് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ഈ മാസം 29-ന് കസ്റ്റഡിയിൽ ലഭിക്കാൻ പ്രൊട്ടക്ഷൻ വാറന്റ് നൽകും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. ഇനി കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യണ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന മുരാരി ബാബുവിനെ പ്രത്യേക സംഘം ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2019 രേഖകളിൽ തിരിമറി നടത്തി എന്ന് പറയുന്നത്, മഹസറിൽ രേഖപ്പെടുത്തുന്നത് അപ്പോഴാണ്. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്തു എന്ന് കണ്ടെത്തിയതും കൂടെ അങ്ങനെ ഒരു കണ്ടെത്തൽ കൂടി ഉണ്ടായതോടുകൂടിയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നുമാണ് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു നടത്തിയ ചോദ്യം ചെയ്യലിനെ തുടർന്ന് രാവിലെ 10 മണിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2019 ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിന് മുമ്പ് മഹസറിൽ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. പിന്നീട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി നിയോഗിക്കാൻ ബോർഡിൽ നിർദ്ദേശിക്കുകയും സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ആദ്യ അറസ്റ്റാണ് രണ്ടാം പ്രതിയായ മുരാരി ബാബുവിൻ്റേത്. 10 മണിക്കൂറുകളോളം തുടർന്ന ചോദ്യം ചെയ്യലിൽ കേസിന് നേതൃത്വം നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ADGP H വെങ്കടേഷും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയാണ് കോടതിയിൽ ഹാജരാക്കാൻ റാന്നിയിലേക്ക് കൊണ്ടുപോയത്. അമൃത ന്യൂസ്,
തിരുവനന്തപുരം. നാല് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഷ്ട്രപതിയുടെ തിരുവനന്തപുരത്തെ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ ശിവഗിരിയിലായിരുന്നു രാഷ്ട്രപതിയുടെ ആദ്യ പരിപാടി. മനുഷ്യന്റെ മോചനം അന്ധവിശ്വാസത്തിലൂടെയല്ല വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പഠിപ്പിച്ച ആധ്യാത്മിക ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ഗുരുസൂക്തം രാഷ്ട്രപതി മലയാളത്തിൽ ചൊല്ലി. രാജ്ഭവനിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വർക്കലയിലെത്തിയ രാഷ്ട്രപതി ആദ്യം ശ്രീനാരായണ ഗുരു സമാധിയിലും ശാരദാ മഠത്തിലും ദർശനം നടത്തി. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മനുഷ്യന്റെ മോചനം അന്ധവിശ്വാസത്തിലൂടെയല്ല വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പഠിപ്പിച്ച ആധ്യാത്മിക ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകി ഗുരു അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തി. ആധുനിക കാലത്തും ഗുരുവിന്റെ ദർശനങ്ങൾ ഏറെ പ്രസക്തമെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഗുരുസൂക്തം മലയാളത്തിൽ രാഷ്ട്രപതി ചൊല്ലുകയും ചെയ്തു. He gave the powerful message of one caste, one religion, one God for mankind. Jati bhedam motodesham edumillade sarvarum. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വികസിത ഭാരതത്തിന് മുതൽക്കൂട്ടേകാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവന്റെ സന്ദേശം ഉൾക്കൊണ്ട നാടാണ് കേരളമെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പാലായിലെത്തിയ രാഷ്ട്രപതി കോളേജിലെ ചടങ്ങുകൾക്ക് ശേഷം കുമരകത്തേക്ക് പോയി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സഹോദരി സഹോദരന്മാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് പ്രസംഗം തുടങ്ങിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു നവോത്ഥാന കാലത്തിലേക്ക് കോട്ടയം നടത്തിയ ചുവടുവെപ്പുകൾ ഓർത്തെടുത്തു. ഐത്തോച്ചാടനത്തിനായി നടന്ന വൈക്കം സത്യാഗ്രഹവും അച്ചടി വിദ്യയ്ക്കായി കോട്ടയം നൽകിയ സംഭാവനകളും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. കോട്ടയം has witnessed glorious chapters of social and educational transformations. The great movement for eradication of untouchability, famous as Vaikom Satyagraha, took place in Kottayam 100 years ago. Kottayam is known as Akshar Nagari because it has been a fountainhead of literacy and education. The first printing press in Kerala and one of the earliest in India was established in Kottayam. പാലാ സെന്റ് തോമസ് കോളേജിന്റെ ജൂബിലി സ്മാരകമായ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ചടങ്ങിൽ രാഷ്ട്രപതി നിർവഹിച്ചു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ജന്മസ്ഥലമായ കോട്ടയത്ത് എത്തിച്ചേരാനായതിൽ അതിയായ സന്തോഷം ദ്രൗപദി മുർമു രേഖപ്പെടുത്തി. പാലാ സെന്റ് തോമസ് കോളേജിന്റെ അഭിമാനമായ വോളിബോൾ താരം ജിമ്മി ജോർജിന്റെ കായിക നേട്ടങ്ങൾ രാഷ്ട്രപതി അനുസ്മരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പാലായിലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി VN വാസവൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോളേജിലെ ചടങ്ങുകൾക്ക് ശേഷം ഹെലികോപ്റ്ററിൽ കോട്ടയം പോലീസ് ഗ്രൗണ്ടിലെത്തിയ രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗം കുമരകം താജ് ഹോട്ടലിലേക്ക് പോയി. ഇന്ന് കുമരകത്ത് തങ്ങുന്ന രാഷ്ട്രപതി നാളെ രാവിലെ 11-ന് കോട്ടയത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. അമൃത ന്യൂസ്, കോട്ടയം. രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ ഒരു പ്രതിമാനാച്ഛാദനമുണ്ടായിരുന്നു. ആ ചടങ്ങിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല എന്നതിനെ ചൊല്ലിയുള്ള ഒരു വിവാദമാണ് പുതുതായി ഉയരുന്നത്. പരിപാടി ഇരുവരും ബഹിഷ്കരിച്ചതാണെന്നും KR നാരായണനോടുള്ള അവഹേളനമാണെന്നും വിമർശനമുന്നയിച്ച് BJP രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വാതിൽക്കൽ പോയി കാത്തുനിൽക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനിലാണ്, അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ രാജ്ഭവനിലായിരുന്നു മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങ് നടന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇരുവരും പങ്കെടുത്തിരുന്നില്ല. മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനിലാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ രാജ്ഭവനിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ വൈകിയാണ് ക്ഷണിച്ചതെന്നാണ് ആരോപണം. അവിടെ പോയി വാതിൽക്ക് പോയി നോക്കിയിരിക്കേണ്ട ഒരാളല്ലല്ലോ ഞാൻ.
അതേസമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചടങ്ങ് ബഹിഷ്കരിച്ചതാണെന്നും KR നാരായണനോടുള്ള അവഹേളനമെന്നുമാണ് BJPയുടെ ആരോപണം. കേരളത്തിലെ ദളിത് സമൂഹത്തെ ഇരുവരും അവഹേളിച്ചുവെന്ന മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രപതിയുടെ സന്ദർശനം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് വിദേശയാത്രയുടെ സമയം മാറ്റാമായിരുന്നുവെന്നും തിരുവനന്തപുരത്തുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് മനഃപൂർവ്വം പങ്കെടുത്തില്ല എന്നുമാണ് BJPയുടെ വിമർശനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല, വെർച്വലായി മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഇതോടെ ഇന്ത്യ-US വ്യാപാര കരാർ പ്രഖ്യാപനത്തിനും സാധ്യത മങ്ങുന്നുവോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ സൂചിപ്പിച്ചതുപോലെ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ മോദി ട്രംപ് കൂടിക്കാഴ്ചയും ഉണ്ടാകില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്ന വിവരം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം 26 മുതൽ 28 വരെയാണ് മലേഷ്യയിൽ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി വെർച്വലായിട്ടായിരിക്കും പങ്കെടുക്കുക. ഇതോടെ കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോലാലംപൂരിൽ നടക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കില്ലെന്നും വിവിധ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് നിൽക്കേണ്ടതിനാലാണ് മോദി വിട്ടുനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നതായും മലേഷ്യൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആസിയാൻ ഉച്ചകോടി നടക്കുന്ന ദിവസങ്ങളിലാണ് ബീഹാറിൽ ഛാത് പൂജ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൂജാ ചടങ്ങുകൾ ഒഴിവാക്കി പങ്കെടുക്കേണ്ടതില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെയും BJPയുടെയും നിലപാട്. നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയ്ശങ്കർ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കും. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ആസിയാൻ ഉച്ചകോടിയിൽ ഉണ്ടാകും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതോടെ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ കുറയ്ക്കുന്നതും അമേരിക്ക പരിഗണിക്കുന്നുണ്ട്. 50% നിലവിലെ തീരുവ 15% അല്ലെങ്കിൽ 30% എന്ന നിലയിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക ധാരണകളായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച അമേരിക്ക സന്ദർശിച്ച വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് തീരുവ കുറയ്ക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. തീരുവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭാഷണത്തിൽ ചർച്ചയായി. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാടേണ്ടതിന്റെ ആവശ്യകത ചർച്ചയായെങ്കിലും പാകിസ്ഥാന്റെ പേരെടുത്ത് ഒരു ചർച്ചയിലേക്ക് പോയില്ല എന്നാണ് വിവരം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അക്കാര്യം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അതേസമയം അടുത്ത മാസം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തേക്കില്ല എന്നാണ് വിവരം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. റഷ്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധങ്ങൾ തുടരുകയാണ്. ഓരോ പുതിയ മേഖലകളിൽ ഉപരോധനം ഏർപ്പെടുത്താനുള്ള നടപടികളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യുക്രൈൻ യുദ്ധത്തെ വരുതിയിലാക്കാൻ റഷ്യക്കെതിരെ ഉപരോധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ബുഡാപെസ്റ്റിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച അനിശ്ചിതമായി റദ്ദാക്കിയതിനു പിന്നാലെയാണ് പുതിയ ഉപരോധങ്ങൾ. എന്നാൽ US-ന്റെ പുതിയ ഉപരോധങ്ങൾ യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണെന്നാണ് റഷ്യൻ സുരക്ഷാ സമിതി ഉപാധ്യക്ഷൻ ദിമിത്രി മേദ്വെവിന്റെ പ്രതികരണം. റഷ്യയുടെ പ്രധാനപ്പെട്ട 2 എണ്ണ കമ്പനികൾക്ക് നേരെയാണ് അമേരിക്കയുടെ ഉപരോധം വരുന്നത്. റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നീ എണ്ണ കമ്പനികൾക്കെതിരെയാണ് പുതിയ ഉപരോധം. ക്രെംലിന്റെ യുദ്ധക്കോപ്പുകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാകുന്നത് ഈ 2 എണ്ണ കമ്പനികളുടെ ഫണ്ടിങ്ങിലൂടെയാണെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഒരുപാട് കാത്തിരുന്നുവെന്നും ഇതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമെന്നും ട്രംപ് നാറ്റോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. എണ്ണ കമ്പനികൾക്ക് മേലുള്ള ഉപരോധം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തിയാക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധങ്ങൾക്കെതിരെ മേദ്വദേവ് കടുത്ത പ്രതികരണമാണ് നടത്തിയത്. അമേരിക്കയെ റഷ്യയുടെ ശത്രു എന്ന് വിശേഷിപ്പിച്ച മേദ്വദേവ് സമാധാന പ്രവർത്തകൻ എന്ന് സ്വയം പുകഴ്ത്തുന്ന ട്രംപ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും വിമർശിച്ചു. അമേരിക്കയുടെ ഈ തീരുമാനങ്ങൾ റഷ്യക്കെതിരായ യുദ്ധ നടപടികളാണ്. ട്രംപ് ഇപ്പോൾ പൂർണ്ണമായും ഭ്രാന്തൻ യൂറോപ്പ് എന്ന ആശയവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. യൂറോപ്യൻ യൂണിയൻ ബുധനാഴ്ച മോസ്കോയ്ക്കെതിരെ 19ാം ഘട്ട ഉപരോധ പാക്കേജ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് US പ്രഖ്യാപനവും വന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പാശ്ചാത്യ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് റഷ്യൻ പ്രകൃതിവാതക ഇറക്കുമതി നിരോധനം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ. അതിനിടെ യുക്രൈനിൽ ആക്രമണം ശക്തമാക്കുകയാണ് റഷ്യ. കഴിഞ്ഞ ദിവസം റഷ്യയുടെ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
സംസ്ഥാനത്ത് തുലാവർഷം കൂടുതൽ ശക്തമാവുകയാണ്. ഓരോ ദിവസവും പുതിയ അലർട്ടുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇന്ന് തന്നെ ഈ 7 മണിക്ക് പുറത്തിറക്കിയ അലർട്ടിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ടുമായിരുന്നു. അതിനുശേഷം 8:30-ക്ക് ഇറക്കിയ അലർട്ടിലും മാറ്റം വരുത്തുകയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത 3 മണിക്കൂറിൽ എന്നുള്ള വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം, ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി, ഇതാണ് സംസ്ഥാനത്ത് മഴ കൂടുതലാകാൻ കാരണമാകുന്ന 5 വടക്കൻ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവിക ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. ദേവിക, സംസ്ഥാനത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് വളരെ പെട്ടെന്ന് കാലാവസ്ഥാ മാറ്റങ്ങൾ വരികയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓരോ മണിക്കൂറിലും പുതിയ അപ്ഡേറ്റ്സ് നൽകേണ്ട ഒരു സാഹചര്യത്തിൽ മഴ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അറബിക്കടലിൽ ചക്രവാത ചുഴി തീവ്ര ന്യൂനമർദ്ദമായി മാറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ അതിശക്തമായിട്ടുള്ളൊരു മഴ ഈ സംസ്ഥാനത്തുടനീളം ഇങ്ങനെ അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യമെടുത്താൽ അല്പം മുമ്പ് വരെ ഇടമുറിയാത്ത മഴ തന്നെയാണ് ഈ തലസ്ഥാന നഗരിയിലും ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മഴയ്ക്കൊരു ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ ഇത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടക്കൻ കേരളത്തിലാണ് ഈ മഴ അധികമായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ കാലാവസ്ഥാ പ്രവചനങ്ങൾ മണിക്കൂറുകൾ ഇങ്ങനെ മാറുന്നുണ്ട്, പലതവണ മാറുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ 11:30 വരെ തിരുവനന്തപുരം ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നാളെ 5 വടക്കൻ ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഈ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയുണ്ട്, അതും തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 ദിവസം, അതായത് തിങ്കളാഴ്ച വരെ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അത് മാത്രമല്ല, ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഈ കടലോര മേഖലയിലൊക്കെ ഇത്തരത്തിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 27-ാം തീയതി വരെ, അതായത് തിങ്കളാഴ്ച വരെ മീൻപിടുത്തത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഖില. ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കരുതലോടെ മുന്നോട്ട് പോകണം. ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും ജനങ്ങൾ പാലിക്കണം. ഒപ്പം മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകം ഇക്കാര്യത്തിൽ ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. കടലിൽ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശമുള്ള പശ്ചാത്തലത്തിൽ അത് കൃത്യമായി അനുസരിക്കുക തന്നെ വേണം. കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. ആ അറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. തലസ്ഥാനത്ത് കൗമാര കേരളത്തിന്റെ കുതിപ്പിങ്ങനെ തുടരുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം അതിന്റെ മുന്നേറ്റം തുടരുകയാണ്. വലിയ പോയിന്റ് വ്യത്യാസത്തിൽ തിരുവനന്തപുരം മുന്നോട്ടുണ്ട്. പക്ഷേ ട്രാക്കിലേക്ക് മത്സരങ്ങളിലെത്തിയപ്പോൾ, അത്ലറ്റിക് മത്സരങ്ങളിലേക്ക് എത്തിയപ്പോൾ പാലക്കാടിന്റെ കുതിപ്പാണ് കണ്ടത്. ഇന്ന് സ്വന്തമാക്കിയത് 5 സ്വർണമാണ്. കൗമാര കായികോത്സവത്തിൽ നിവേദ് കൃഷ്ണ വേഗരാജാവായും ആദിത്യാജി വേഗറാണിയുമായി മാറി. മീറ്റ് റെക്കോർഡുമായി ഇടുക്കിയിലെ ദേവിപ്രിയയും ആലപ്പുഴയിലെ അതുലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതും ഇന്നത്തെ ദിവസം കണ്ടു. 967 പോയിന്റുകൾ നേടിയാണ് തിരുവനന്തപുരം ഒന്നാമതായി തുടരുന്നത്. ഓരോ മണിക്കൂറിലും ഇത് മാറ്റം വരുന്നതാണ് രാവിലെയൊക്കെ കണ്ടത്. പാലക്കാടിന്റെ കുതിപ്പ് തുടരുന്നു. തിരുവനന്തപുരത്തെ എങ്ങനെ പിന്നിലാക്കാമെന്നാണ് പാലക്കാടും കണ്ണൂരും കോഴിക്കോടും അടക്കമുള്ള ജില്ലകൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കായികമേളയിലെ ഗ്ലാമർ ഇനമായ 100 മീറ്റർ ഫൈനൽ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് തീപാറുന്ന പോരാട്ടം. സീനിയർ വിഭാഗത്തിലെ ആൺകുട്ടികളുടെ മത്സരത്തിൽ പാലക്കാടുകാരൻ നിവേദ് കൃഷ്ണ വേഗരാജാവായി. 10.79 സെക്കൻഡിലാണ് നിവേദ് കൃഷ്ണ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ 100 മീറ്റർ മത്സരത്തിൽ മലപ്പുറത്തിന്റെ ആദിത്യാജി ഒന്നാമതെത്തി. 12.11 സെക്കൻഡുകൾ കൊണ്ടാണ് ആദിത്യ വേഗദൂരം കീഴടക്കിയത്. ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ 37 വർഷത്തെ റെക്കോർഡ് തിരുത്തി ആലപ്പുഴയുടെ അതുൽ ട്രാക്കിലെ താരമായി. പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം മത്സരത്തിൽ 12.45 സെക്കൻഡ് കൊണ്ട് ദേവനന്ദ വിജയിയായി. സബ് ജൂനിയർ വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മത്സരത്തിൽ 38 വർഷത്തെ റെക്കോർഡ് ഭേദിച്ച് ഇടുക്കിക്കാരി ദേവപ്രിയ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. റെക്കോർഡ് പഠിക്കണമെന്നുണ്ടായിരുന്നു, അത് സാധിക്കുകയും ചെയ്തു. സന്തോഷമായി. കീറ്റ്സിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു, ഫൈനലിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. UP-യിൽ നിന്നും കേരളത്തിലെത്തിയ സഞ്ജയാണ് സബ് ജൂനിയർ വിഭാഗം മത്സരത്തിൽ വിജയിയായത്. സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടത്തോടെയാണ്
ട്രാക്ക് ഉണർന്നത്. ആദ്യ മത്സരത്തിൽ പാലക്കാട് പറളി സ്കൂളിലെ വിദ്യാർത്ഥിയായ 13 വയസ്സുകാരി ഇനിയ സീനിയർ വിഭാഗത്തിൽ സ്വർണം നേടി. തൊട്ടു പിന്നാലെ നടന്ന സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ പാലക്കാട് മുണ്ടൂർ സ്കൂളിലെ ജഗന്നാഥൻ ഒന്നാമതെത്തി. ജൂനിയർ വിഭാഗത്തിൽ പെൺകുട്ടികളിൽ മുണ്ടൂരിലെ അർച്ചനയും ആൺകുട്ടികളിൽ പറളിയിലെ ആദർശും സ്വർണം സ്വന്തമാക്കിയതോടെ 5 സ്വർണം പാലക്കാടിന് സ്വന്തം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ മഴ ശരിക്കും സംസ്ഥാന കായികമേളയിൽ ചെറിയ തടസ്സമായി മാറുന്നുണ്ട്. കൗമാരക്കുതിപ്പ് തുടരുമ്പോൾ വില്ലനായി മഴയുണ്ട് എന്നാണ് നമ്മുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇടവിട്ടുള്ള മഴ പല മത്സരങ്ങൾക്കും തടസ്സമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായാൽ മേളയുടെ ആവേശം കുറയുമോ എന്ന ആശങ്ക കുരുന്നു പ്രതിഭകൾക്കുണ്ട്. കായികമേളയ്ക്ക് തുലാമഴ വില്ലനായി എത്തുമോ എന്ന ആശങ്ക തുടക്കത്തിലേ ഉണ്ടായിരുന്നു. മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് മുന്നറിയിപ്പും നിലവിലുണ്ട്. രാവിലെയും വൈകിട്ടും പെയ്യുന്ന മഴ കായിക താരങ്ങളെ അല്പം വലച്ചിട്ടുണ്ട്. അത്ലറ്റിക് മത്സരങ്ങളെയാണ് മഴ പ്രധാനമായും ബാധിച്ചത്. വൈകുന്നേരങ്ങളിലെ മഴ അത്ലറ്റിക് മത്സരങ്ങൾ വൈകുന്നതിനും ഇടയാക്കി. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാകെ മഴയിൽ ചെളി നിറഞ്ഞു. സെൻട്രൽ സ്റ്റേഡിയത്തിലൂടെ നടക്കുന്നത് പോലും വലിയ പ്രയാസത്തിലാണ്. കായികത്തിനൊക്കെ ബുദ്ധിമുട്ടാവും എന്തായാലും. ഈ നിലയ്ക്ക് മഴ നിന്ന് കഴിഞ്ഞാൽ ഇൻഡോർ പ്രശ്നം കാണിക്കില്ല, പക്ഷെ ഔട്ട്ഡോർ ഒക്കെ എന്തായാലും ഗെയിം ഇനങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവും എന്തായാലും. ഇതുവരെ മഴ കൊണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെളിയായി കിടക്കുന്നതല്ലാതെ നടക്കാനെല്ലാം പാടുണ്ട്. എന്നാൽ മഴ മേളയുടെ നിറം കെടുത്തിയിട്ടില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അതേസമയം കായികമേള സമാപിക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ മഴ ശക്തമാകുകയാണെങ്കിൽ കായികമേള വെള്ളത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെർത്തിന് പിന്നാലെ അഡ്ലൈഡിലും ഇന്ത്യക്ക് തോൽവി. ഏകദിന പരമ്പര അങ്ങനെ ഓസ്ട്രേലിയ സ്വന്തമാക്കുകയാണ്. രണ്ടാം ഏകദിനത്തിൽ 2 വിക്കറ്റിനാണ് ഓസീസ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മോശം തുടക്കമായിരുന്നു. 17 റൺസ് എടുക്കുന്നതിനിടെ ശുഭ്മാൻ ഗില്ലിനെയും റൺസൊന്നും എടുക്കാതെ വിരാട് കോഹ്ലിയെയും നഷ്ടമാവുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത്തിന്റെയും ശ്രേയസ് അയ്യരുടെയും ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോർ നേടിയത്. നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 264 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഓസീസ് പതറിയെങ്കിലും മധ്യനിരക്കാരുടെ ബാറ്റിംഗ് കൂട്ടുകെട്ടിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. മാത്യു ഹൊഷോട്ട്, കൂപ്പർ ക്യൊനലി എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. പെർത്തിൽ നടന്ന ആദ്യ ഏകദിനത്തിലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ തോറ്റിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ 2-0 മുന്നിലാണ്. വനിതാ ലോകകപ്പിൽ പക്ഷേ പ്രതീക്ഷയുടെ ഒരു ദിവസമാണ് എന്നാണ് തോന്നുന്നത്. ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡിന് 341 റൺസ് വിജയലക്ഷ്യമാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മികച്ച തുടക്കത്തിൽ നല്ല സ്കോറിലേക്ക് എത്തുകയായിരുന്നു. സ്മൃതി മന്ധാനയും പ്രതിക റാവലും സെഞ്ചുറി നേടി. ജെമിമ റോഡ്രിഗസ് അർദ്ധ സെഞ്ചുറി നേടി. മഴ കളി തടസ്സപ്പെടുത്തിയതിനാൽ 49 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ 340 റൺസ് നേടിയത്. മോശം കാലാവസ്ഥയിൽ ന്യൂസിലൻഡിന്റെ വിജയലക്ഷ്യം 44 ഓവറിൽ 325 ആക്കി ചുരുക്കി. മറുപടി ബാറ്റിംഗിൽ കിവീസിന് 5 വിക്കറ്റിന് 161 എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്.